ഹായ് ഗൈസ്. അപ്പം ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂസ് റെഫ് എന്ന് പറഞ്ഞ ബുക്കാണ്. യൂസ് റെഫ് ബേസിക്കലി നമ്മളെ എന്ത് അലോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഡോം എലമെൻറ്റിനെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും യൂസ് റെഫ് വെച്ചിട്ട് വെക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം ബേസിക്കലി പറയുവാണെങ്കിൽ പ്രോപ്സ് ഒന്നും പാസ് ചെയ്യാതോ സ്റ്റേറ്റിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാതോ ഏതെങ്കിലും ഒരു ഡോം എലമെൻറ്റിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഫ് വെച്ച് വെക്കും. അതപ്പോൾ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്കൊരു പ്രോജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് npx create react app space ആപ്പിനോട് നമ്മൾ പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ഇൻസ്റ്റാൾ ആകാനൊരു ഓക്കെ, സംഭവം ഇൻസ്റ്റാൾ ആയിക്കാണ്. നമുക്ക് ഇനിയിപ്പം ആപ്പിൻ്റെ ഡയറക്ടറിയോട് സ്വിച്ച് ചെയ്തിട്ട് അതിന് PS4 ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഓക്കെ, നമ്മളിപ്പം പറഞ്ഞു യൂസ് റെഫ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ഹുക്ക് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി ഇങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജിനെ നമ്മുടെ ബ്രൗസറിൽ കാണിക്കുമ്പോൾ ആ ഇമേജിൻ്റെ മണ്ടിൽ ഹോവർ ചെയ്യാൻ നേരം നമ്മളതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരെ കളറാക്കുന്നു. എന്നിട്ട് മൗസ് അതിൻ്റെ മണ്ടയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ പ്രീവിയസ് സ്റ്റേറ്റ് എന്തായിരുന്നു അത് തന്നെ. നമുക്ക് ആദ്യം യൂസ് റെഫ് ഇമ്പോർട്ട് ചെയ്യണം. ദെൻ നമ്മൾ ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. കോൺസ്റ്റൻറ്റ് ഇമേജ് റെഫ് ഈസ് ഈക്വൽ ടു യൂസ് റെഫ്. ഓക്കെ, ഇനി നമുക്ക് ഈ സംഭവങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നമ്മളൊരു ഇമേജ് ടാഗ് അതിൻ്റെ സോഴ്സായിട്ടൊരു ഇമേജിനെ പറഞ്ഞു കൊടുക്കാൻ പോകണം. ഇമേജസ് ഞാൻ ഈ പബ്ലിക് എന്ന് പറഞ്ഞ ഡയറക്ടറിയിൽ ഇമേജസ് എന്ന് പറഞ്ഞ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതിലൊരു ഇമേജിനെ കൊണ്ട് ആഡ് ചെയ്തായിരുന്നു 1.8 അതിലോട്ട് ഞാൻ സോഴ്സ് വന്നിട്ട് നമുക്കിനി ആപ്പിനെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സംഭവം ലോഡായിട്ടുണ്ട്. നമുക്ക് ഇത്രയും സൈസിൽ ഇമേജിന് വേണ്ട കുറച്ച് സൈസ് ഒന്ന് കുറയ്ക്കാം. നമ്മൾ ഇൻലൈനായിട്ട് തന്നെ സ്റ്റൈല് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഓക്കെ, ഓൾട്ടോട് ആഡ് ചെയ്യണം. ഇത് ഇൻ കേസ് ഇമേജ് ലോഡ് ആയില്ല അതിന് പകരം എന്ത് കാണിക്കണം എന്നുള്ള രീതിയിലുള്ള Redundant all attributes printed are already announced as an image. You don't need to use the image. Okay. Stitch. അപ്പോൾ നമ്മളിതിനൊരു സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ പോവാണ്. സ്റ്റൈൽ നമുക്കൊരു 300 കൊടുക്കാം. ഹൈറ്റ് ഒരു 200 നമുക്ക് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല. 250. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിതിനെ ഹോവർ ചെയ്യാൻ നേരം അതായത് മൗസ് ഇമേജിന് മുകളിൽ വരാൻ നേരം നമ്മളിതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകാൻ പോകുന്നത്. പിന്നീട് വെളിയിൽ പോകുമ്പോൾ എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് അത് തന്നെ പോവുക റെഫ് വെച്ചിട്ട്. സോ നമ്മൾക്ക് ഇതിൻ്റെ ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമേജ് റെഫിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടി റെഫ് ഈക്വൽസ് നമ്മുടെ റെഫറൻസ് എന്തായിരുന്നു ക്രിയേറ്റ് ചെയ്ത് അത് പറഞ്ഞു കൊടുക്കുക ഇമേജ് റെഫ്. ഓക്കെ, ഇനി നമ്മൾ 2 ഇവൻസിന് വേണ്ടിയായിരിക്കും ഇതിൽ ലിസൺ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ബേസിക്കലി ഓൺ മൗസ് ഓവറും ഒന്ന് ഓൺ മൗസ് ഔട്ടും. ഓൺ മൗസ് ഓവർ ഇവൻറ്റും ഓൺ മൗസ് ഔട്ട് ഇവൻറ്റിലാണ് നമ്മുടെ പണി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൗസ് ഓവർ ഇവൻറ്റിൽ ബേസിക്കലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഡോം എലമെൻറ്റിൻ്റെ CSS ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ഫിൽറ്റർ അടിക്കാൻ പോകുന്നത്. ഫിൽറ്റർ വെച്ചിട്ട് അതിൻ്റെ എന്നാ പറയുന്നത് ഗ്രേ സ്കെയിൽ ആക്കാൻ പോകുന്നത് 100% 0% ആക്കാൻ നമ്മൾ ബേസിക്കലി പോകുന്നത്.
അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഇവൻറ്റ് ട്രിഗർ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇമേജ് റെഫിനെ റെഫർ ചെയ്യുന്നു. അത് ഡോട്ട് കറന്റ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ഫിൽറ്റർ ഈക്വൽസ് grayscale of 100%. ഇത് വർക്കാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ബേസിക്കലി അത് നമ്മുടെ വർക്ക് ആണെങ്കിൽ നമ്മൾ മൗസ് ഹോവർ ചെയ്തപ്പം ആക്ച്വലി അത് ഗ്രേ സ്കെയിലായി. പക്ഷെ മൗസ് അതിന് വെളിയിലോട്ട് വന്നപ്പം അത് സ്റ്റിൽ ഗ്രേ സ്കെയിലായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് അതിനെ പഴയ ഇതിലേക്ക് മാറ്റണം. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺ മൗസ് ഔട്ട് ഇവൻ്റ് തുടങ്ങുക. മൗസ് ഔട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ സെയിം പരിപാടി കാണിക്കാൻ പോവാണ്. നമ്മുടെ ഇമേജ് റെഫർ കറന്റ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ഫിൽറ്റർ ഈക്വൽസ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രേ സ്കെയിലിനെ 0% ആക്കുക. ബേസിക്കലി സംഭവം ഇത്രയേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. നമ്മൾ റഫ് വെച്ചിട്ട് ആ എലമെൻറ്റിലേക്ക് ഒരു റെഫറൻസ് ഉണ്ടാക്കി, എന്നിട്ട് സ്റ്റേറ്റും പ്രോപ്പറും ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ആ ഡോമിനൻ്റ് എലമെൻറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തു. എലമെൻറ്റിനെ വർക്ക് ചെയ്ത് നോക്കാം. ഡൺ. നമ്മളിപ്പോൾ മൗസ് ഹോവർ ചെയ്യുമ്പോൾ സംഭവം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്നു. മൗസ് ആ എലമെൻറ്റിന് വെളിയിൽ വരുമ്പോൾ തിരിച്ചത് പഴയ ഫോം ഉണ്ടായിരുന്നു അതിലോട്ട് തന്നെ ആവും. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഇത്രയും കോഡിൽ നമുക്ക് ഈ സംഭവത്തിനും ചെയ്യാൻ നോക്കും. ബേസിക്കലി നമ്മൾ ചെയ്തത് useRef എന്ന് പറഞ്ഞ ഹുക്കിനെ യൂസ് ചെയ്യുക ചെയ്തത്. അപ്പം ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ useRef എന്ന് പറഞ്ഞ ഹുക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. റെഫറൻസിൻ്റെ പേര് ദെൻ useRef അതിനുള്ള പാസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് എലമെൻറ്റിലാണോ അതിനെ ആഡ് ചെയ്യേണ്ടത് അവിടെ റഫ് വെച്ചിട്ട് അതിനെ എന്താ പറയുക റഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യുക ഇങ്ങനെ. അതിനുശേഷം പിന്നെ നമുക്ക് എന്ത് വേണോ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ മാനിപ്പുലേഷൻസ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച്. ഇവിടെ സിംപ്ലി കാണിച്ചത് മൗസ് ഓവർ ചെയ്യാൻ നേരം CSSലെ ഫിൽറ്റർ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ബേസിക്കലി ആ ഇമേജിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മൗസ് ആ എലമെൻറ്റിന് വെളിയിൽ പോകുമ്പോൾ തിരിച്ചതിനെ പഴയ സ്റ്റേജ് എന്താണോ അത് തന്നെ ആക്കി. ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.